നമസ്കാരം. കൃഷിദീപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൃഷിദീപത്തിലെ പുതിയ കൃഷികളും കൃഷിരീതികളും കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മളെ കോട്ടപ്പുറം കുന്നക്കാട് ചന്ദ്രേട്ടൻ്റെ കൃഷിയിടത്താണ് നമ്മളുള്ളത്. നമുക്ക് നോക്കാം എന്ത് കൃഷിയൊക്കെ ഉള്ളതെന്നുള്ളത്. നമസ്കാരം ചന്ദ്രേട്ടാ. നമസ്കാരം. സുഖം? സുഖം. എല്ലാവരും ഉണ്ടല്ലോ? ഞങ്ങളൊരു കൂട്ടായ്മയാണ് അല്ലേ? കൃഷിയും കർഷകനും എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഞങ്ങള്. അപ്പോൾ ഞങ്ങള് ഈ കൃഷി ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൃഷിയെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ആലോചനയായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൃഷിയും കർഷകനും എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് രജിസ്റ്റേർഡ് സംഘടനയാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ തേനീച്ച കൃഷിയിലേക്ക് വന്നിരിക്കുകയാണ്. തേനീച്ച കൃഷിയിലേക്ക് 95 പേരുണ്ട് ഇവിടെ. ഞങ്ങൾ തേനീച്ച കൃഷി 1100 വലിയ തേനീച്ച, ഇതുപോലുള്ള തേനീച്ചകൾ 1100 കൂടുണ്ട് ഈ 95 പേരിൽ. അതുപോലെ തന്നെ കുറേ 700ഓളം ചെറിയ തേനീച്ച കൂടുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചന്ദ്രന്റെ കൃഷിയെടുത്ത് മാത്രമാണോ അതോ എല്ലാവരുടെ കൃഷിയെടുത്ത്? എല്ലാ ആൾക്കാർക്കും ഇതേപോലെ കൂടുതലുണ്ട്. ഇത് എൻ്റെ മാത്രമാണ്. സെപ്പറേറ്റ് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. തേനീച്ച വളർത്തുന്നതും തേനെടുക്കുന്നതൊക്കെ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യണം എന്നുള്ള ഒരു കൂട്ടായ്മയോട് കൂടിയാണ് ഞങ്ങൾ. ഇതെങ്ങനെയുണ്ട് ഇപ്പോൾ കൃഷി തുടങ്ങിയതിന് ശേഷം? വളരെ മെച്ചമുള്ള ഒരു കൃഷിയാണ്. കാരണം 2-3 കാര്യം കൊണ്ട് മെച്ചമുണ്ടെന്ന് പറയാൻ സാധിക്കും. ഒന്ന്, ഇത് എല്ലാ ആഴ്ചയിലും നമുക്ക് തേൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും തേൻ എടുക്കാൻ സാധിക്കും. ഒരു കൂട്ടിൽ നിന്ന് നമുക്ക് 1 കിലോ കൂടുതൽ തേൻ ഒരു പ്രാവശ്യം കിട്ടും ഒരാഴ്ചയിൽ. അപ്പോൾ ഒരു 10 കൂടുന്ന വെച്ചെങ്കിൽ 10 കിലോ തേൻ എത്ര ചുരുങ്ങിയാലും കിട്ടും. ഒന്ന്. നമ്മുടെ മറ്റ് വിളകൾ, ഇപ്പോൾ ഞാനൊരു കർഷകനാണ്. വരുമ്പോൾ കണ്ടല്ലോ മറ്റ് കൃഷികൾ, പച്ചക്കറി ആട്ടെ, മറ്റ് തെങ്ങാട്ടെ, കവുങ്ങാട്ടെ, അങ്ങനെയുള്ള കൃഷി കൂടുതൽ കായ്ഫലങ്ങൾ തരാൻ ഈ തേനീച്ചകളുടെ സ്ഥലത്ത് സാധിക്കും. പിന്നെ ഇതിന് വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടത്. ഒരു പശു വളർത്തുന്നതിനേക്കായൊക്കെ എത്രയോ ലാഭകരമാണ്. ഒരു പശു ഉണ്ടെങ്കിൽ, എനിക്ക് പശു ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. ഇത് ഒരാഴ്ച പ്രാവശ്യം ഇങ്ങനെ കൂട്ടിൻ്റെ അടുത്ത് ചെന്നാൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇപ്പോൾ പലർക്കും ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അവബോധം കുറവാണ്. ഇപ്പോൾ ഇത് ലാഭമാവോ, ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിനുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ സാമ്പത്തികം കൂടുതലായിട്ട് ചിലവാകുമോ, അത് എങ്ങനെയാണ് തന്നെ? ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ ഞങ്ങൾക്ക് ലക്കി എന്ന് പറയാം. കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടിയുള്ള പദ്ധതിയാണ്. PMKSY പദ്ധതി പ്രകാരം, അതായത് ഈ തണ്ണീർത്തട പ്രദേശങ്ങളിൽ, അതിപ്പോൾ ഈ ആകെ കേരളത്തിലെ 6 ജില്ലകളിലാണ് ആ സംഭവം ഉള്ളത്. അതിലൊന്ന് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിനാണ് കിട്ടിയത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് കരിമ്പുഴ പഞ്ചായത്തും തച്ചനാട്ട് പഞ്ചായത്തുമാണ്. കരിമ്പുഴ പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലില്ല. 1 വില്ലേജിലെ വാർഡുകൾ മാത്രമാണ്. 2 വില്ലേജിൽ 6, 7, 12 വാർഡുകളിൽ ആ വാർഡുകളും പരിമിതമായ സ്ഥലത്ത് മാത്രമാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് 80% സബ്സിഡിയോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. ജനറൽ വിഭാഗത്തിൽ. SC വിഭാഗത്തിനെന്ന് വെച്ചാൽ 90% സബ്സിഡി കിട്ടും. 10% അവർക്ക് കിട്ടുന്നുണ്ട്. നമുക്കാണെന്ന് വെച്ചാൽ ജനറൽ വിഭാഗത്തിനാണെന്ന് വെച്ചാൽ 20% കിട്ടും. അതായത് ഒരു കൂടിന് 1400 റുപ്യാണ്. ഇത്രയും സാധനം കിട്ടും. ഈ സ്റ്റാൻഡ് ഫ്രൂട്ട് ചേമ്പറാണ് ഇത് താഴെ ഇരിക്കുന്നത്. ഇത് ഫ്രൂട്ട് ചേമ്പർ. ഇതിലാണ് ഇപ്പോൾ നമ്മളെ ഈച്ച ഒക്കെ ഉള്ളത്. ഇതിലും ഈച്ച ഉണ്ട്. ഇത് നമ്മൾ തേനീച്ച, ഇത് നമ്മൾ തേനെടുക്കേണ്ട സാധനങ്ങളാണ്. ഇത് കുത്തുന്ന ഇതാണോ? കുത്തും. അത് മാത്രമാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഇതാണ് ഇപ്പോൾ തേൻ അടകളാണിത്. ഈ തേനടകളാണ് ഇതിപ്പോൾ നമ്മൾ തേൻ എടുത്തതിന് ശേഷം വെച്ചാണ് തേനടകളാണ്. ഇത് നമ്മളൊരു മെഷീനുണ്ട്. ആ മെഷീനിൽ വെച്ചിട്ട് കറക്കിയാണ് തേൻ എടുക്കുന്നത്. അപ്പോൾ തേൻ മുഴുവൻ പോരും. ഈ അടയ്ക്ക് ഒരു കേടും സംഭവിക്കില്ല. ഇത് ഭയങ്കര ഡേഞ്ചറാണോ സംഭവം? ഇല്ല, ഒരു ഡേഞ്ചർ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളൊക്കെ തന്നെ ഈ കൃഷിയിലിപ്പോൾ വളരെ കുറച്ച് കാലമായിട്ടുള്ള ഞങ്ങൾ ഈ രംഗത്ത് വന്നത്. ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഡേഞ്ചർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ തേനീച്ചയാണ് കാട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് കുത്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കുത്തും എന്ന് ഞങ്ങൾ പറയുള്ളൂ. തേനീച്ച കുത്തും. ഇപ്പോൾ ഇത് ഇന്നലെ കൂടി ഇയാൾക്ക് കുത്തിയിട്ട് കൈ ഉണ്ടായിരുന്നു. ഉണ്ടോ?
അപ്പോൾ എന്താ വെച്ചാൽ തേനീച്ച കുത്തും, അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനെ പ്രകോപിപ്പിക്കാതെ വേദനിപ്പിക്കാതെ വളരെ പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ ഒരു ചെറിയ കുട്ടീനെ കൈകാര്യം അതെ 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 അപ്പോൾ പരമാവധി കുത്ത് ഒഴിവാക്കി കിട്ടും. പിന്നെ എന്ത് കുത്ത് കിട്ടിയാലും നമുക്കുള്ള പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വരുമാനം. മറ്റ് കൃഷികളിൽ നിന്ന് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരു ലാഭകരമായ കൃഷിയാണ്. ഇവരൊക്കെ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റു തൊഴിലുണ്ട്, ഇവർക്കൊക്കെ തന്നെ മറ്റു തൊഴിലുണ്ട്. എനിക്കുള്ള പോലെ തന്നെ ഇവരൊക്കെ മറ്റു തൊഴിലുകളുള്ള ആൾക്കാരാണ്. എല്ലാവരും സ്വന്തമായിട്ട് തേനീച്ച വളർത്തുന്നു, സ്വന്തമായി തേൻ എടുക്കുന്നു, പലർക്കും തേൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിപണനം ആണ് ഒരു ചെറിയ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വിപണനം ആൾക്കാർ ഇന്ന് തേനിനെ കൊണ്ട് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഷോക്കേസിൽ വെക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. പക്ഷേ തേൻ അതല്ല, തേൻ നമ്മുടെ നിത്യോപയോഗ സാധനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തേൻ നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും തേൻ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അടിച്ചു നോക്കുന്ന സമയത്ത് വന്ധ്യതയ്ക്ക് പോലും തേൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തടി കൂടിയ ആൾക്കാർക്ക് തടി കമ്മിയാക്കാനും തടി ഇല്ലാത്ത ആൾക്കാർക്ക് തടി കൂട്ടാനും തേനോട് സഹായിക്കുന്നു പറഞ്ഞു. പഠിക്കുന്ന കുട്ടികൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാധനമാണ് തേൻ എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ നാട്ടുകളിൽ കൂടെ പല രക്ഷിതാക്കളും കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് തേൻ കൊടുത്ത് വിടുന്നുണ്ട്. അത് ഓർമ്മശക്തി കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തേനിപ്പോൾ പറഞ്ഞല്ലോ തടി കൂടാനും ഇതിനെ കഴിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട്. കഴിക്കുന്ന രീതിയിലാണ് അത് തടി കൂടുന്നതും കമ്മിയാവും. തടി ഇല്ലാത്ത ആൾക്കാർ പാലിൽ കഴിക്കുമ്പോൾ ഒരു തടി കൂടുന്നു. മറ്റേ ആൾക്കാർ വെള്ളം ചൂടാക്കി തണുപ്പിച്ച് അതിൽ കൂട്ടി കഴിക്കുന്ന സമയത്ത് തടി കമ്മിയാവുന്നു. അപ്പോൾ നമുക്ക് ഇത് എത്ര സ്ഥലമാണ് എനിക്ക് അത് ഒരു ഏരിയയിൽ 20-22 കൂട് വരെ വെക്കാൻ പറ്റും. ഇനി നമുക്ക് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടോ? ഇല്ല, അത് എത്ര കുറച്ച് സ്ഥലമായാലുമുള്ള അവിടെ ഒരു കോളനി ഒരു 5 സെന്റ് സ്ഥലമാണെന്ന് 5 സെന്റ് സ്ഥലത്ത് നമുക്ക് എത്ര ഇതേപോലെ ഒരു 20 വെക്കാം, 22 വെക്കാം. 22 അവിടെ ഒരു കോളനി ആയിട്ട് വരുന്ന സമയത്ത് 20 വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്ഥലത്ത് വിട്ട് അപ്പുറം പോയിട്ട് ഇതേപോലെ വെക്കാം. കാരണം അവർക്ക് അവർ ഒരു 1/2 കിലോമീറ്റർ ദൂരം അപ്പുറം പോയിട്ട് തേനെടുത്ത് കൊണ്ടുവരും. പക്ഷേ എങ്കിൽ കൂടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ട സാധനം കിട്ടാനുള്ള സൗകര്യം കണ്ടിട്ടാണ് ഒരു സ്ഥലത്ത് 20, പിന്നെ കുറച്ച് വിട്ട് ഒരു 20 എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇവരെങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്? പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് എന്താണ് ഇത് ഇപ്പൊ നമ്മൾ ഈ കോലി വെച്ചിരിക്കുന്നത് എന്താ അറിയോ? ഈ തേൻ വരുന്ന സമയത്ത് ഇവര് എല്ലാവരും പെണ്ണീച്ചകൾ മുഴുവൻ പുറത്തു വിട്ട് അവരാണ് തേൻ ശേഖരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഈ ഇത് കൂടെ പോന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ പെട്ടെന്ന് നടക്കാൻ സാധിക്കില്ല, സമയം ഒരുപാട് പിടിക്കും. അപ്പൊ ഇതിലൊക്കെ കിടക്കാൻ ഇതുണ്ടോ, ഈ കോല് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ ഇതിനൊക്കെ കിടക്കാനുള്ള സൗകര്യം. ഇനി തേൻ കഴിഞ്ഞാൽ ഇത് മാറും, കോലുകൾ മാറ്റും. ഇതിപ്പോ എത്ര ലെയറിലാണ് വെച്ചിരിക്കുന്നത്? ഇത് എത്ര വേണിച്ചാക്കാം, ഇതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ അത് ഉണ്ടോ, അത് 3 നടക്കാം കൂടുതൽ. അപ്പൊ ഇതിലിപ്പോ 2 ലെയർ, ഇതിൽ 2 ലെയർ ആയിരുന്നു. ഇതിലിപ്പോ അതെ 5 ലെയർ. ഇതിപ്പോ 3 ഉണ്ട്, അതൊക്കെ 3 ഉണ്ട്, ഇത് 3 ഉണ്ട്. ഇതില് 3 വരുമ്പോ ഇതിന്റെ ഉള്ളിൽ എത്ര ഇങ്ങനെ വെക്കുന്നുണ്ട്? ഇതില് ഈ 2 ഇതിലും 5 അടകളാണ് അടിച്ചു കാണണം. ഇതിന്റെ ഉള്ളിൽ വരുമ്പോ 5 എണ്ണം വരുന്നുണ്ട് അല്ലേ? അങ്ങനെ 5 ഇതാണ്. ഇത് 5, ഇത് പൂർണ്ണമാവാത്ത അടയാണ്. ഇതിൽ 5 എണ്ണാണ്. ഇതിന് താഴത്തെ ഇത് ഫ്രൂട്ട് ചാമ്പർ പറയും. ഇതിൽ 6 അടകൾ ഉണ്ടായിരിക്കും. ഇതിൽ 5 ആണ്. ഇത് തേനീച്ച തേൻ ശേഖരിക്കുന്നതാണ്. ഇത് തേൻ ശേഖരിക്കുന്നതാണ്. ഈ കൂട് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? എത്ര കാലം ഇത് മാത്രം മാറ്റി കൊടുക്കണ്ടോ? ഇത് നമ്മൾ എന്ത് ചോദിച്ചെങ്കിൽ ഇനി തേനെല്ലാം കഴിഞ്ഞാൽ അൺസീസൺ വരുന്ന സമയത്ത് ഈ മെഴുകൊക്കെ നമ്മൾ വെട്ടിയെടുക്കും. ഇത് എന്നിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെഴുകായിട്ട് ഇത് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇവര് ആക്രമിക്കാൻ ശ്രമിക്കുക അങ്ങനെ അതാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എടുത്തല്ലോ, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ ഒരു സ്മോക്കർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് അടിച്ചു കൊടുത്തിട്ട് ചെയ്യിച്ചാൽ ഇത് മാറിയിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ മെഷീനിലിട്ടിട്ട് കറക്റ്റ് ചെയ്യും. മെഷീൻ കാണിച്ചാൽ വീട്ടിലുണ്ട്, അതിലിട്ട് കറക്കി കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിലുള്ള തേൻ മുഴുവൻ. അപ്പോൾ അതിൽ കുറേശ്ശെ തേൻ കണ്ടോ,
തേനാണ്. അത് ഫുള്ള ഇതിപ്പോ എടുത്തു കഴിഞ്ഞിട്ട് അധികാവത്താണ്, നിറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തേൻ നിറഞ്ഞു വരുന്നുള്ളൂ. എല്ലാ ആഴ്ചയിലും എടുക്കാൻ സാധിക്കും. ഏകദേശം ഈ 3 ലെയർ ഉണ്ടല്ലോ, 3 ലെയറിൽ 5 തട്ടുകൾ. ഈ 5 തട്ടുകൾ ഏകദേശം എത്ര തേനീച്ചകളും കാര്യങ്ങളും ഉണ്ടാവും? എണ്ണോ പറയാൻ പറ്റില്ല, അത്രയും ഉണ്ടാവും. ഒരു റാണി ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ പറയൂ. ഒരു കൂട്ടിൽ റാണി ഉണ്ടാവുള്ളൂ. ഈച്ചകൾ എത്രയാവാം. അതിൽ ആണീച്ചകളുടെ പരമാവധി ഒഴിവാക്കും. കാരണം വെച്ചാൽ ആണീച്ചകൾ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ 2 കുഴപ്പമുണ്ട്. ഒന്ന് അവർ മടിയന്മാരാണ്, ഈ മറ്റൊരു കൊണ്ടുവരുന്ന തേൻ കുടിച്ചിരിക്കാൻ അവർ പണിയുള്ളൂ. മറ്റൊന്ന് കൂട്ടുന്ന കുറച്ച് കൂടുതൽ വിട്ടുപോകാനുള്ള പ്രവണത കാണിക്കും. റാണി ഒന്നുകൂടി ഉണ്ടായി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ പകുതി ഈച്ച പോവും. അപ്പോൾ ഒരു കൂട്ടിൽ രണ്ടാമതൊരു റാണി ഉണ്ടായി കഴിഞ്ഞാൽ പകുതി ഈച്ച കൊടുക്കും. പക്ഷെ അത് നമ്മൾ നോക്കും, റാണി ഉണ്ടാവുന്ന നോക്കും. റാണി ഇതിലാണ് ഇപ്പൊ നമ്മുടെ ഈച്ചകൾ ഉപയോഗിക്കുന്നത്. എടുക്കണം. റാണിയെ കണ്ടെത്താ ചിലപ്പോ പക്ഷെ ഇതിലാണ് ഇവരുടെ കുടുംബം. അതെ, ഇതിലാണ് ഇപ്പൊ ഫുള്ളായിട്ട് ഈ ഈച്ചകൾ ഉണ്ടാവുക, കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുക്കാം. അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കരുതേ, വേദനിപ്പിച്ചാൽ പണി തരും. നമുക്ക് കിട്ടിയ കുഴപ്പമില്ല, നമ്മളെ ഓടേണ്ടി വരും. ഇതില് നമ്മൾ തേൻ എടുക്കില്ല. ഇതില് ഇതാണോ, ഇതിലിപ്പോ മുട്ട കണ്ടോ? പകുതി ഭാഗം ഒരു കാണുന്നുണ്ടോ? പകുതി ഭാഗം തേനും പകുതി ഭാഗം മുട്ടകളാണ്. കുഞ്ഞ് ഇത് മുട്ടകളാണ്. പകുതി ഭാഗം ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഈ മുട്ടകളൊക്കെ പെണ്ണീച്ചകളാണ്. നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഇതാണല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇതിന്ന് തേൻ എടുക്കുന്ന സമയത്ത് ഈ തേനീച്ചകൾ പോവോ ചെയ്യാം? ഇല്ല, ഇല്ല പോവില്ല. ഈ ഭാഗം ഇത് എടുക്കില്ല, നമ്മൾ തൊടില്ല. ഇത് അടിഭാഗം നമ്മൾ ഇടില്ല. ഈ 2 ഭാഗമാണ് ഇത് ഫ്രൂട്ട് ചാമ്പർ പറയും, ഇത് ഹണി ചാമ്പർ എന്ന് പറയും. ഈ ഹണി തേനുള്ള ചാമ്പർ അത് മാത്രമാണ് നമ്മൾ തേൻ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഈച്ചകൾക്ക് അവരുടെ കുട്ടികൾക്കും അവരുടെ ജനറേറ്റ് ചെയ്യാനുള്ള. ഇപ്പൊ നമ്മളിപ്പോ മുകളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് മൊത്തം അടിയിലേക്ക് പോകും. അടിയിൽ ഇറങ്ങിയിരിക്കും. അടിയിലേക്ക് ഇറങ്ങി വിട്ടുപോകില്ല. ഇങ്ങനെ കുത്തുകയാണത്. അപ്പൊ നമ്മൾ ഈ ചെറുതേൻ എന്ന് പറയില്ലേ, ഈ ചെറുതേൻ അവിടെ വീട്ടിലുണ്ട്. ഈ ചെറുതേനും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് നമ്മളിപ്പോ ഈ റബ്ബർ തോട്ടങ്ങളിലാണ് കൂടുതലായിട്ട്. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ഓഫീസിൽ പറഞ്ഞു, ഈ എന്താ റബ്ബർ തോട്ടങ്ങളിൽ കൂട് വയ്ക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഇലയിൽ നിന്നാണ്, റബ്ബറിന്റെ ഇലയിൽ നിന്നാണ് തേൻ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ. മരുതിന്റെ ഇല അങ്ങനെയുള്ള കുറെ ഇലകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റു തെങ്ങും കവുങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടുക ഈ റബ്ബറിലാണ്. അതാണ് റബ്ബർ തോട്ടങ്ങളിൽ. പിന്നെ മറ്റൊന്ന് തണുപ്പ്. ഈ 2 കാരണം കൊണ്ടാണ് റബ്ബർ തോട്ടത്തിൽ വെക്കുന്നത്. നമ്മളൊരു തുറസായ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ, നമ്മൾ വെയിലടിക്കാൻ സ്ഥലത്ത് പറ്റും. വെയിലടിക്കുന്ന സ്ഥലത്ത് വെയിലും മഴയും. ഇപ്പൊ കൂടെ കഴിഞ്ഞ് മഴക്കാലം വന്നാൽ ഞങ്ങള് സ്ഥലത്ത് സെറ്റ് ചെയ്യാം. പക്ഷെ അവര് തേന് തേടിയിട്ട് അല്ല, തുറസായ സ്ഥലത്ത് വെയിൽ അടിക്കുന്ന സ്ഥലത്ത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പട്ട വെച്ചിട്ട് എന്നാലും ബുദ്ധിമുട്ടാണ്. തേൻ തേടി അവര് മരത്തിലോ ഒക്കെ പോകേണ്ടി തന്നെ വരും. അപ്പൊ നമുക്ക് എന്തായത് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റബ്ബറും കാര്യങ്ങളൊക്കെ. പിന്നെ വനംപ്രദേശങ്ങളാണെങ്കിൽ ഇതിപ്പോ നമ്മള് ചെറിയ രീതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ 20 കൂട് വെച്ച് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു പുതിയ കർഷകന് വരികയാണെങ്കിൽ 20 കൂട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അവർ എത്ര രൂപ ഫണ്ട് കാണേണ്ടി വരും? അതാ പറഞ്ഞ ഈ കൂടിന് 1400 റുപ്യാണ്. 1400 റുപ്യാണ്. ഈ സ്റ്റാൻഡും ഈ ഹണിച്ച ഈ 2 എണ്ണം ഇത് കിട്ടില്ല. ഈ 2 എണ്ണം അടക്കം കിട്ടുന്നത് ഒരു കോളനി എന്ന് പറയുമ്പോൾ 3 അട ഈച്ചകളെ ഉണ്ടാവുള്ളൂ. നമ്മളത് കൊണ്ടുവന്നതിന് ശേഷമാണ് 6 അടയിലേക്ക് വളർത്തിയെടുക്കുന്നത്. 3 അട നമ്മളിവിടെ വന്നതിന് ശേഷമാണ് വളർന്നുണ്ടാവുന്നത്. അത് പെട്ടെന്നുണ്ടാവും. കാരണം കൂട് നിറഞ്ഞു കിട്ടും. 2 ആഴ്ച ആകുമ്പോഴേക്ക് കൂട് നിറഞ്ഞു. ഇതേ പ്രോസസ്സാണോ മറ്റേ ചെറുതേനും? ചെറുതേനല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ചെറുതേനിൽ ആകെ ഒരു പ്രാവശ്യമേ തേൻ എടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് ആഴ്ചയിലാഴ്ച തേൻ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിലാഴ്ച എടുക്കാൻ സാധിക്കും.
ഇത് വില കമ്മിയാണ് തേനിന്. ചെറു തേനിന് ഭയങ്കര വില കൂടുതലാണ്. 2000 മുതൽ 4000 രൂപ വരെ ചെറുതേനിന് വിലയുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ തേൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയായി എന്നുള്ളത് നമുക്ക് ഏകദേശം അത് നമുക്ക് ഈ ഇപ്പോൾ ഞാൻ അറിയണ്ടല്ലോ, ഞാൻ അത് കാണിക്കാം. ഇതിങ്ങനെ വീർത്തിരിക്കും. ഇതിങ്ങനെ നന്നായിട്ട് വീർത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ എടുത്ത് നോക്കി തന്നെ വേണം. അല്ല, അത് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് അറിയാൻ സാധിക്കും. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. ഒരു വെയിറ്റ് ഉണ്ടാവും. ഒരു 800 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഈ ചട്ടത്തിന്റെ പുറത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും ബൾജ് നന്നായിട്ട് നമുക്ക് അത് നന്നായിട്ട് തേനുണ്ട് എന്നറിയാം. അപ്പൊ അത് നമ്മൾ ഈ ആഴ്ച ഇന്നിപ്പോ ബുധനാഴ്ച എടുത്തു വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും അത് എടുക്കും. അപ്പൊ അങ്ങനെ അത് നമുക്ക് തേനിൽ ലഭ്യത അനുസരിച്ചിട്ട് എത്ര ആഴ്ച നീണ്ടു നിൽക്കും എന്നുള്ള അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ള. ഇപ്പോ ഈ രംഗത്ത് സ്ത്രീകളുണ്ടോ? സ്ത്രീകൾ അവര് വരും, ഒന്ന് മുന്നിക്ക് വരും. ചേച്ചിയുടെ പേരെന്താണ്? ഗീത. എത്ര ഇപ്പൊ ചേച്ചി ഇത് തുടങ്ങിയിട്ട്? ഒരുമിച്ച് തുടങ്ങിയതാണ് അല്ലേ? എങ്ങനെ ലാഭമുണ്ടോ കാര്യങ്ങള്? ഞങ്ങള് കുറെ ആൾക്കാരുണ്ട്, സ്ത്രീകളും ഈ രംഗത്ത്. പറയട്ടെ, എന്താ പറയുക, ഗീത ചേച്ചി. ഗീത ചേച്ചി ഇപ്പൊ ഇവരുടെ കൂടെ തന്നെയാണ് തുടങ്ങിയത്. അതെ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അതല്ലേ, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഫസ്റ്റില് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തേനീച്ച ആണല്ലോ. പിന്നെ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ചന്ദ്രേട്ടൻ്റെ അടുത്ത്, ചന്ദ്രേട്ട വേണ്ട, തേനീച്ചല്ലേ, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആളെന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തന്നു. പിന്നെ ഹസ്ബൻഡ് കൂടെ എല്ലാറ്റിനും കൂടെ നിന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതൽ വെച്ചാൽ മതിയായിരുന്നു. നന്നായിട്ടുണ്ട്. പിന്നെ നല്ലൊരു ചെറുതായിട്ട് ക്ഷമ വേണം, നമുക്ക് കുറച്ച് ക്ഷമ വേണം. പിന്നെ നല്ലൊരു വരുമാനമാണ്. ചെറിയൊരു സാമ്പത്തികം മുടക്കി നല്ലൊരു വരുമാനം നേടാൻ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ നല്ല തേന് നമ്മുടെ കുട്ടികൾക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ തേനുണ്ടോന്ന് ചോദിക്കുമ്പോൾ ആദ്യം കുറച്ച് നമ്മൾ സാമ്പിളായിട്ട് ഫസ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും കൊടുത്തു. അപ്പൊ അവര് പറയണു ഇനി തേനുണ്ടോ, എന്നൊക്കെ എടുക്കാറാവുക എന്നാ. അപ്പൊ നമുക്ക് തോന്നുകയാണ് ആവുമായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. ശരിക്കും നല്ല സന്തോഷം. ചേച്ചി ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്നു? ഞാൻ സ്കൂളില് വർക്കാണ്. പിന്നെ അവിടുന്ന് പോകുന്നു. നിങ്ങളെ കൂട്ടായ്മയിൽ എത്ര പേരുണ്ട്? ഞങ്ങള് കൂട്ടായ്മയില് കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ തേനീച്ച കർഷകരിലെ 95 പേരാകും. 95 പേര്. മറ്റേതൊക്കെ വേറെ കർഷകരാണ്. ഞങ്ങളെ ഈ ബ്ലോക്കിന്റെ രീതിയിലുള്ള കർഷകർ, എല്ലാ രീതിയിലുള്ള കർഷകരും ഞങ്ങൾ ഒരുമിച്ച്. ഞങ്ങള് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം പൂക്കോട്ടാവുള്ള ഒരു കർഷകന്റെ പാടത്ത് നട്ട് കഴിഞ്ഞ വർഷം മഴ കമ്മിയാവുകൊണ്ട് നെല്ല് ഉണങ്ങി. അന്ന് തന്നെ നമുക്ക് ആ കർഷകനെ അവന്റെ വിഷമം അവൻ ഗ്രൂപ്പിൽ കൂടെ പറഞ്ഞ സമയത്ത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് അവർക്ക് ഭക്ഷണത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ. അങ്ങനെ ഇവിടെ കർഷകന്റെ ഒരു പ്രശ്നം പറ്റുന്നു, അവിടെ ഞങ്ങൾ എത്താറുണ്ട്. ഈ കൂട്ടായ്മ എന്ത് പ്രശ്നമായാലും ഇതിലാരെങ്കിലും പ്രസിഡന്റ് അങ്ങനെയൊക്കെ? ഞാനൊരു പ്രസിഡന്റാണ്. എത്ര കർഷകരുണ്ടെന്ന് പറഞ്ഞ മൊത്തം ഒരു 600ഓളം കർഷകരാണ്. അത് നമുക്ക് ഈ ജില്ലയിലാണോ അതോ പുറത്തുനിന്നുള്ളതാണോ? അല്ല, ഈ ബ്ലോക്കിലാണ് കൂടുതൽ. ശ്രീശൈലം ബ്ലോക്കിൽ. അപ്പൊ നമ്മുടെ ശ്രീശൈലം ബ്ലോക്കിൽ 600ഓളം കർഷകരുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചെറുതായിട്ടുള്ളവരുണ്ടാവും, ചെറിയത് തൊട്ടിട്ട് വലുതവര് ചെയ്യുന്ന ആൾക്കാര്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കർഷകന്റെ എന്ത് പ്രശ്നം ഞങ്ങൾ അവിടെ എത്താറുണ്ട്. അതുപോലെ ഓഫീസ് കാര്യങ്ങളിൽ ഇപ്പൊ ഉദാഹരണത്തിന് നെല്ലിന്റെ പൈസ കിട്ടാത്ത സംസാരിക്കാറുണ്ട്. അതുപോലെ നാളികേരത്തിന്റെ പൈസ കിട്ടാത്ത, ഇപ്പൊ 1 വർഷത്തോളമായി നാളികേരത്തിന്റെ ഈ പൈസ മുഴുവൻ പൈസ കിട്ടാത്ത, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട്. ഒരു പരിധി വരെയൊക്കെ വിജയിക്കാൻ സാധിക്കാറുണ്ട്. കാരണം അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എങ്കിൽ കൂടി ഞങ്ങൾ കർഷകനെ സഹായിക്കുക എന്നുള്ള ഞങ്ങളുടെ പോളിസി. ഈ കാർഷിക വൃത്തി നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്പൊ കുറച്ച് ആൾക്കാർ, എന്റെ മോനടക്കം കൃഷിയിലേക്ക് വരുന്നില്ല. അത് എല്ലാ കുടുംബങ്ങളിലുള്ള അവസ്ഥയാണ്. അപ്പൊ ഇനി ഞങ്ങൾ പോലും ഈ രംഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പലരും പറയാറുണ്ട്, ഇവിടെ നിർത്തിയാൽ എന്താ, മറ്റു ആന്ധ്രയിൽ നിന്ന് വരാറുണ്ടല്ലോ അരിയുന്നു. ആന്ധ്രയിലും കർഷകനാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ഇവിടുത്തെ ഈ പറയുന്ന ആൾക്കാർ, അതൊന്നും ഞാൻ പറയുന്നില്ല, ഈ പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഈ കർഷകൻ ഒന്നിച്ച് ഇനി ഞങ്ങൾ കൃഷി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് നമ്മളൊക്കെ തന്നെ, ഞാനടങ്ങുന്ന നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളത്
സ്വയം ചിന്തിച്ചാൽ മതി. അപ്പൊ കർഷകരെ നിലനിർത്തുക എന്നുള്ള ഇവിടുത്തെ സർക്കാരുകളുടെ ആവശ്യമാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മുടെ എങ്കിൽ കൂടിയിട്ട് ജവാൻ ഇന്ന് പലർക്കും ലഭിക്കുന്നു. കർഷകന് എന്ത് ലഭിക്കുന്നു? കർഷകന്റെ എന്താ പെൻഷൻ എന്താ? മറ്റുള്ള ആൾക്കാരുടെ പെൻഷൻ എന്താ? അപ്പോ നമ്മള് കർഷകൻ ഈ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമാണെന്നുള്ളത് നമ്മുടെ അധികാരി വർഗങ്ങൾ കണ്ടേ പറ്റൂ. അല്ലാത്തടത്തോളം കാലം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പൊ പറഞ്ഞല്ലോ ഇതിന്റെ നമ്മൾ വിപണനം ഇപ്പൊ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? വിപണനം ഇപ്പോൾ ഞങ്ങൾ ഒന്നാമത് ഇപ്പം സീസണല്ല വിപണനത്തിന്റെ. ജൂൺ മാസം ജൂലൈ മാസത്തോട് കൂടിയിട്ടാണ് വിപണനം. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കർഷകരുടെ കയ്യിൽ തേനുണ്ട്. അപ്പോൾ അത് ബൾക്കായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പാടില്ല. ഞങ്ങൾക്ക് ഈ ഇതാണ്ട് ഇപ്പൊ കൊയ്ത്തിന്റെ സമയത്ത് പെട്ടെന്ന് നെല്ല് വിൽക്കണം, അതുപോലെ വിൽക്കേണ്ട ആവശ്യമില്ല. കുറച്ച് താമസിച്ചാലും നമുക്ക് വില കിട്ടുക എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഈ തേന 350 മുതൽ 700 രൂപ, ഇവിടെ കരിമ്പുഴ പഞ്ചായത്തിൽ തന്നെ 700 രൂപയ്ക്ക്, ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു 700 രൂപയ്ക്ക് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു. 700 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ള 350 താഴാൻ പാടില്ലെന്ന്. 350 മുകളിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ഇന്നും കൂടെ വിറ്റപ്പോൾ ഇപ്പോൾ എനിക്ക് ഇത് വന്നിട്ടുണ്ടോ, വിളി വന്നിട്ടുണ്ട്. ഇങ്ങനെ ദിവസം വിളിക്കാറുണ്ട് ആൾക്കാർ തേന് വേണ്ടിയിട്ട്. ഇത് വിപണനത്തിനായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന്? വിപണനത്തിന് സപ്പോർട്ട് അവരിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളോട് സ്റ്റാളൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ വിപണനത്തിന് അത്രയില്ല. പക്ഷെ മറ്റു കാര്യങ്ങളിൽ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനൊക്കെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റും. വസ്തുക്കളാക്കി മാറ്റിയിട്ട് വിപണനം ചെയ്യാനുള്ള അതിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്ത കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ പേര് ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റും. ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി പോയ വരുൺ സാറ്, ബ്ലോക്ക് പഞ്ചായത്തിലെ സെക്രട്ടറി ആയിരുന്നു വരുൺ സാറ്. അദ്ദേഹത്തോട് ഞാനും ഇയാളും കൂടി മറ്റൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് ഈ വിഷയം വരുൺ സാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഞങ്ങൾ ഈ തേനീച്ച വളർത്തലിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ മാർത്താണ്ഡത്തുള്ള ആൾക്കാർ വന്നിട്ട് തേൻ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ തേൻ കൃഷി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പച്ചക്കറിക്കും അതുപോലെ നാളികേരത്തിനും അടയ്ക്കും ഒക്കെ കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നത്. ആ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തേനീച്ച കൃഷി തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരോട് എന്നെ പറ്റി ഒരു ക്ലാസ് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് നെഗറ്റീവാണ് തന്നത്. പിറ്റേ ദിവസം ഞാൻ പോയി കാദിയിൽ പോയി സംസാരിച്ചു. അപ്പോൾ അവരോട് എനിക്ക് ക്ലാസ് തരാമെന്ന് പറഞ്ഞു. ഈ വിവരം ഞങ്ങൾ ഈ കർഷക കൂട്ടായ്മ എന്നുള്ള നിലയിൽ മറ്റൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വരുന്ന സാറെടുത്ത് ചെന്നാണ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു, അപ്പോൾ ഞങ്ങളെ പരിചയമില്ല വരുന്ന സാറിന്. അപ്പോൾ ഞങ്ങളിത് പറഞ്ഞ സമയത്ത് എങ്ങനെ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഞങ്ങൾ തേനീച്ച വളർത്തൽ തുടങ്ങാൻ വിചാരിച്ചാണ്. അപ്പോൾ കാദിയിൽ എത്ര നിങ്ങൾക്ക് സബ്സിഡി കിട്ടും? അപ്പോൾ 50% എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾ 80% സബ്സിഡി തരാം, നിങ്ങൾ ചെയ്തോട്ട് പറഞ്ഞു. അദ്ദേഹം അതുപോലെ മരിച്ചുപോയ നമ്മുടെ ജിയോ സന്തോഷ് സാറ്, അദ്ദേഹമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിലുള്ള മൻസൂറ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മൻസൂറൊക്കെ നന്നായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്ത് കാര്യത്തിനും നമ്മളിപ്പോൾ ഇനി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 15-ാം തീയതി ഞങ്ങളുടെ തേൻ ഉത്സവം നടക്കുകയാണ്. ഒറ്റപ്പാലം MLA പ്രേംകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശനിയാഴ്ച 9:30 മണിക്കാണ് വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ അവിടെ ക്ലാസ് നടക്കുകയാണ്. അതിനുശേഷം ഈ മാസം തന്നെ 2 ക്ലാസ്സും കൂടി അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നം നമ്മൾ തേനെന്ന് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് സോപ്പടക്കം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. തേനും സോപ്പ് ഉണ്ടാക്കുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ സൗന്ദര്യ വസ്തുക്കളായിട്ടുള്ള പല സാധനങ്ങളും ഇതിൻ്റെ മെഴുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എന്നാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞല്ലോ. ആ സാധനം കട്ട് ചെയ്തെടുത്തിട്ട് അത് മെഴുകാക്കി മാറ്റിയതിന് ശേഷമാണ് മറ്റ് രീതിയിലുള്ള, കാരണം അതിൻ്റെ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ പറയാൻ പഠിച്ചിട്ടില്ല, ഞങ്ങൾ ഇതിനെ പഠിക്കാൻ പോണേ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലൊരു ശതമാനം കർഷകർ ഞങ്ങളെ കൂട് വെച്ചിട്ട് ഈ കൂട്ടിലെ ഈച്ചേനെ മാത്രം കൊടുത്തിട്ട് പൈസ കൊടുത്തു. തേനിൽ നിന്ന് മാത്രമല്ല വരുമാനം. ഇതിലത്തെ ഈച്ച, അതായത് ഇന്നിപ്പോൾ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ ഇത് കൂട് പിരിക്കും, 2 ആക്കും. ഒരു കൂട് 2 ആക്കും. അങ്ങനെ വളർത്താൻ സാധിക്കും. ആ സമയത്ത് ഞങ്ങളുടെ കർഷകരുടെ കയ്യിൽ കൂടുണ്ടായിരുന്നില്ല, ഈച്ച മാത്രമേ ഉള്ളൂ.
ആ ഈച്ചനെ നമ്മൾ കൊടുത്തു. 500 രൂപ കണ്ടിട്ട് ഓരോ കർഷകന് കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും കർഷകന് ലാഭകരമാണ്. കുറച്ച് മെനക്കെടാൻ തയ്യാറാവണം. എന്താ ജീവനുള്ള വസ്തുവാണ്, കാട്ടിലുള്ള വസ്തുവാണ്, നമ്മളോട് ഇണങ്ങാത്ത വസ്തുവാണ്, അതിനെ വേദനിച്ചാൽ നമ്മളെ കുത്തും എന്ന് കുത്തിയാൽ നമുക്ക് നന്നായിട്ട് കടയും, വേദനിക്കും, നീര് വരും എന്നൊക്കെ ഒരു ധാരണ നമുക്ക്. ഇത് അതിൻ്റെ നമ്മൾക്ക് മുഖത്ത് കുത്തുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുഖം മൂടിയാണ്. ഇതിട്ടിട്ടാണ് നമ്മൾ തേനൊക്കെ എടുക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് പരിക്കും പറ്റും. അപ്പോൾ മുഖം ഗ്ലൗസ് ഒന്നും ഇടാൻ പറ്റില്ല. ഗ്ലൗസ് ഇടുന്ന ആൾക്കാരുണ്ട്. ഞാനൊന്നും ഗ്ലൗസ് ഇടാതെ പണിയെടുക്കാറ്. ഗ്ലൗസ് ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എൻഡി അടയൊക്കെ പിടിക്കുന്ന സമയത്ത് കറക്റ്റ് ആവാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പല ആൾക്കാരും ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ പണിയെടുക്കുന്നു. ഇതിപ്പോ ഇതിനായിട്ടുള്ളതാണ്. അതെ അല്ലേ, ഇത് സ്കീമിൽ വന്നതാണല്ലേ? സ്കീമിലല്ല, ഇത് സത്യത്തിൽ ഇതിന് വില പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അധ്യാപകൻ നിലമ്പൂരുള്ള അനീഷ് സാർ ആണ്. അദ്ദേഹം ആണ് ഇതെല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് തരുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ ഞങ്ങള് അദ്ദേഹത്തെ പോലുള്ളൊരു ട്രെയിനറെ കിട്ടിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതുപോലെ തന്നെ ഈ ഒരു കൂട് നമ്മൾ ആദ്യമായിട്ടൊരു വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഇതിൽ ഈ ഈച്ച അടക്കമാണോ? ഈച്ച അടക്കം അതാ പറഞ്ഞത്. ഇത് ഇതേപോലെ കിട്ടാം. ഇതില് 3 അടയില് ഈ 3 അടയിൽ ഇതിൽ 3 അടയിൽ ഈച്ച ഉണ്ടാവും. 3 ഫ്രെയിം വേറെ ഉണ്ടാവും. അതിൽ ഈച്ച ഉണ്ടാവില്ല, അല്ല മെഴുകുണ്ടാവില്ല. 3 എണ്ണത്തിലേ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് ഇതിൽ ഫുള്ളാവും. ഈച്ച കെട്ടി ശരിയാവും. കാരണം റാണിയെ സംബന്ധിച്ച് ഒരു ദിവസം 1000-ഓളം മുട്ടയിടും എന്നാ പറയുന്നത്. റാണിയാണ് മുട്ടയിടുന്നത്. അപ്പോൾ അത് ഒരു 10 ദിവസം കഴിയുമ്പോൾ വിരിഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിന്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിലിപ്പോ നമ്മൾ കോഴിയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലതില് ആൺകോഴികളൊക്കെ കൂടുതൽ കിട്ടുന്നത് ഈ കാട വളർത്തും. അപ്പൊ നമുക്ക് ഇത് വളർത്തുമ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ആണീച്ചകൾ ഇരിക്കും? ആണീച്ചകളുണ്ട് ഇതിലേ. ആണീച്ച കുത്തില്ല, അതുപോലെ തന്നെ മറ്റു പണിയൊന്നും ചെയ്യില്ല. ആണീച്ച നമുക്ക് കയ്യിലൊക്കെ എടുക്കാൻ ഒരു കുഴപ്പമില്ല. ഒരു ജോലിയും ചെയ്യില്ല, ജോലി ചെയ്യാത്ത ആൾക്കാരാണ്. ആണീച്ചക്ക് പ്രൊഫഷൻ മാത്രമാണ് അവര്. ആണീച്ചക്ക് ആകെ ഒരു പണി അതൊന്നും കുഴപ്പമില്ല, ഇനി നമുക്ക് നീര് വെക്കൊന്നുമില്ല. അതെ, ഇതിപ്പോ പെണ്ണീച്ചയാണോ? ആണീച്ച കറുപ്പായിരിക്കും കളർ. എത്ര പെട്ടെന്ന് വന്ന് കുത്തിയെന്ന് കണ്ടോ? ഇപ്പൊ രോമുള്ളതുകൊണ്ടാണ് അറിയാത്തത്. ഇതാണ് കുറച്ച് ബ്ലാക്ക് ആയിട്ട് ഇത് കണ്ടോ? ഇത് ആണീച്ച. ഇത് ആണീച്ചന് ഇതൊന്നും കാട്ടൊന്നും ചെയ്യില്ല. ഇതില് കറുത്ത് വലിപ്പം കൂടി കാണുന്നത് ആണീച്ച. അപ്പൊ ഈ സമയത്ത് കുറച്ച് ആണീച്ചകൾ കൂടുതലായിട്ടാണ് കാണുന്നത്. കാരണം തേന് കിട്ടുന്ന സമയമായതുകൊണ്ട് വിൽക്കാൻ വേണ്ടിട്ട് ആണീച്ചകളെ കൂടുതൽ ഉത്പാദിക്കും. പക്ഷെ നമ്മൾ ആണീച്ചയുടെ മുട്ട നശിപ്പിച്ച് തേനിനെ നമുക്ക് കൊടുക്കാനുള്ള ഒരു രീതിയിൽ കൊണ്ടുവരണം. വീട്ടുകൾക്ക് പിന്നെ ഈ വെച്ചതിന് ശേഷം നമുക്കൊന്നും ചെയ്യേണ്ട മെയിൻ്റെനൻസ്. ഈ മഴക്കാലത്ത് നമ്മള് ഇവർക്ക് തീറ്റ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇവര് നമുക്ക് തേൻ തരാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവര് തേൻ സംഭരിക്കുന്നത്. അവർക്കും അവരുടെ കുട്ടികൾക്കും ഈ പഞ്ഞമാസം മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തേൻ കുടം സംഭരിക്കുന്നത്. അതാണ് നമ്മൾ അടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മഴക്കാലം വരുന്ന തേൻ അവർക്ക് ഭക്ഷിക്കാനൊന്നുണ്ടാവില്ല. കാരണം പ്രകൃതിയിൽ തേൻ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ മഴക്കാലത്ത് പഞ്ചസാര കലക്കി കൊടുക്കും. ഒരു നമ്മളെ ഇതുപോലെ ചിരട്ടയില് ഒരു കൂട്ടിൽ വെച്ച് കൊടുത്താൽ ഒരാഴ്ചക്കുള്ള എങ്ങനെ വെക്കുക? ഇതിന്റെ അടിയിൽ അതായത് ഇതേപോലെ അതില് അതൊക്കെ ഞങ്ങൾ എടുക്കും. ഇനി ആ മെഴുകൊക്കെ എടുക്കും. അവിടെ അത് ചെറിയ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇതാ അവിടെ വെച്ചു കൊടുക്കും. എന്നിട്ട് അടച്ചു വെച്ചാൽ അവര് നമ്മൾ പുറത്താൽ ഇതിൽ തന്നെ വെക്കാം. അത് തന്നെ അടപ്പെടുത്തിട്ട് അതിൽ മുകളിൽ അടപ്പെടുത്തു. അപ്പൊ അതൊരു ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ചെറുതേനെ കുറിച്ച് മുകളിൽ പോകാം. അപ്പൊ നമുക്ക് ഇനി ചെറുതേന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലെ? ഇതാണിപ്പോ ചെറുതേൻ എന്ന് പറയുന്നത്. അതിലുള്ള 2 അറകളുണ്ടായിരിക്കും. ഇതിലും 2 അറകളാണ്. ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല. തുറക്കാൻ എന്താ വെച്ചാൽ ഇതിപ്പോ ഇത് ശരിക്കും ഇപ്പോ തേനെടുക്കേണ്ട പരുവത്തിലെത്തി നിൽക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് തുറക്കണ്ട, ഞങ്ങളുടെ അധ്യാപകൻ പറഞ്ഞു ഈ തുറക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് തേനെടുക്കുക, ആ സമയത്ത് തുറന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് തുറക്കാത്തത്. ആയിക്കോട്ടെ. ഇത് ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ കൂട് വെച്ചു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ ഏപ്രിൽ മാസത്തിൽ വേണം. അപ്പൊ ഏത് മാസത്തിലാണ് നമ്മൾ ഈ കൂട് വെക്കുക? കൂട് ഇപ്പൊ വെക്കേണ്ട സമയമാണ്. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലരും ഞങ്ങളൊക്കെ കുറെ ആൾക്കാർ വെച്ചു, ഇനി കുറെ ആൾക്കാർക്ക് കൂടി കൂട് കിട്ടാനുണ്ട്. അതൊക്കെ ഞാൻ അനീഷ് സാറാണ് എത്തിച്ചിരുന്നത്. ഇപ്പൊ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാ കുറച്ച് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ കൂട് വെച്ചു നമുക്ക് എത്ര തവണ ഇതിന്റെ വിളവെടുപ്പ്? ഇത് ആകെ വർഷത്തിലൊരു പ്രാവശ്യം കിട്ടുള്ളൂ. ഒരു തവണ ഏപ്രിൽ മാസത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അത് ഈ ഒരു കൂട്ടില് 300 മുതൽ 350 മില്ലി വരെ, ഏറി വന്നാൽ 350 മില്ലി വരെ തേന ഉണ്ടാവുള്ളൂ ഒരു കൂട്ടില്. അത് അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുക ചെയ്യുന്നത് കമ്മിയേ വരുള്ളൂ. പക്ഷെ എന്താണ് ഇതിന്റെ പ്രത്യേകത വെച്ചെങ്കിൽ ഇത് ക്യാൻസറിന്റെ ഒക്കെ അസുഖങ്ങൾക്ക് അതിന്റെ നമ്മളെ കോശങ്ങൾ നശിച്ചു പോകണം. അത് ഈ തേൻ കഴിച്ചാൽ അത് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് തേൻ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? തേൻ നല്ല വ്യത്യാസം എന്ന് പറയാൻ ചെറിയ നിറത്തില് ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ഗുണം അല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഈച്ചകള് തേൻ ശേഖരിക്കുന്നത് മറ്റ് റബ്ബറിന്റെ ഒക്കെ തേന ശേഖരിക്കുന്ന അല്ലെങ്കിൽ തെങ്ങിന്റെ മറ്റു വൃക്ഷങ്ങളെ തേന ശേഖരിക്കുന്നതെങ്കിൽ ഈ ഈച്ച തേൻ ശേഖരിക്കുന്നത് അവിടെ തുളസി, പിന്നെ മുക്കുറ്റി, മുല്ല, അതുപോലെയുള്ള ചെറിയ ചെറിയ അതിന്റെ തേന ശേഖരിക്കും. അത് അവർക്ക് ശേഖരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വില കൂടുതൽ. ഇതിന് കമ്മിയാവാൻ കാരണം അതാണ്. ഇതിന് ഒരു ഈ കൂട്ടിൽ മാക്സിമം കിട്ടാൻ ഒരു 450 ഗ്രാമൊക്കെ വരും. 350 കൂടുതൽ ഇല്ലാന്ന് കിട്ടുക ചെറുതാണ്. ഇത് എന്താ കുത്തില്ല, പക്ഷെ കടിക്കും, ചെവി പോവും, അങ്ങനെയൊക്കെ ചെയ്യും. കടിക്കും. കടിച്ചാലെന്ന് വെച്ചാൽ ഇതൊക്കെ അതിപ്പോ ആ ഈച്ചയിലും തന്നെ ഇപ്പൊ ഇയാളെ ഒരു ഈച്ച ആ ഈച്ച ചതോട് ചാവും. അതുപോലെ തന്നെ ഇതും തന്നെ നമ്മൾ ഇതൊക്കെ സ്വാഭാവികമായി കടിച്ചു കഴിഞ്ഞാൽ നമ്മള് ശരീരത്തിന് പോവില്ല. അപ്പൊ നമ്മൾ തട്ടിക്കളയോട് കൂടിയിട്ടാണ് ശരിക്കും ഇത് കടിക്കുക. നമുക്ക് പെറ്റിനേക്കാളും നല്ല ഇവരുടെ ജീവൻ കൂടി പോവാ. ഒരു അക്രമത്തിന്റെ അപ്പൊ ഇത് നമ്മൾ ചെറുതേനിപ്പോ ഇവിടെ എത്ര കൂട് വെച്ചിട്ടുണ്ട്? ഇവിടെ ഇപ്പൊ 20 കൂടുണ്ട്. 20 കൂടുണ്ട്. ഇപ്പൊ ഇതിന് ഇപ്പൊ ഇതിപ്പോ ഭയങ്കര അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു. കൂടുകൾ നല്ല അടുത്തായിട്ട് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് നമ്മൾ 4 കൂട് വെക്കാം. ഈ ഒരൊറ്റ സ്റ്റാൻഡിൽ 4 കൂട് വെക്കാൻ സാധിക്കും. എല്ലാ റൊട്ടേഷനിലും 4 ഡയറക്ഷനിൽ വെക്കാം. മറ്റേതാകുമ്പോ ഒറ്റ ലെയറിൽ വെക്കാൻ പറ്റും അല്ലെ? അതിലിപ്പോ 3 കൂട് 5 കൂട് വരെ വെക്കാന്ന് പറഞ്ഞു. ഇത് അതേപോലെ തന്നെ വെക്കാം. മറ്റത് ഒരു ഒറ്റ കൂടാണ്. അത് എത്ര ഇതായാലും ഒറ്റ കൂടാണ്. ഈ ഇതിലെ ഈച്ച ഈ ഇതിലുള്ള ഈച്ച അതിൽ കയറില്ല, അതിലുള്ള ഈച്ച ഇതിലും കയറില്ല, കയറി അടികൂടും. അപ്പൊ അങ്ങനെയുള്ള ഈച്ചകളാണ് നമ്മളിപ്പോ ഈ സ്റ്റാൻഡില് 4 എണ്ണം വെക്കാന്ന് പറയുന്നത്. ഒന്ന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒന്ന് തിരിച്ചു വെക്കാം, ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം, ഒന്ന് അങ്ങോട്ട് 4 സൈഡാക്കിട്ട്. അപ്പോ ഇതിലിപ്പോ ചെറുതേനിലാണ് ലാഭം എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതും അതാണ്. അപ്പൊ ഇതിൽ ഈ പ്രൊഡക്റ്റ് കമ്മിയാവും കൊണ്ടല്ലേ? ഇത് കമ്മിയാക്കുന്നില്ല. ഇപ്പൊ ഇതുകൊണ്ട് എനിക്ക് 20 കൂട്. അത് ഞാൻ 20 കൂടാണ്. അതിൽ 2 എണ്ണം എക്സ്ട്രാ വന്നാണ്. അങ്ങനെ 22 ഉണ്ട് അവിടെ. ഇതില് 1/2 ലിറ്റർ കിട്ടുമ്പോ അതില് 2 ലിറ്ററോളം കിട്ടും, 5 ലിറ്ററോളം കിട്ടും. അതിലെന്താ ഒരു സീസണിൽ എങ്ങനെ പോയാലും എത്ര കമ്മിയാലും 30 ലിറ്റർ വരെ ഒരു സീസണിൽ വണിച്ച കിട്ടാൻ സാധ്യതയുണ്ട്. 5 മുതൽ ഇപ്പോ എനിക്കവിടെ 22 കൂട് എന്ന് പറഞ്ഞല്ലോ. 200 ലിറ്റർ തേൻ എന്തായാലും സീസണിൽ കിട്ടും. ഇവിടെ നമുക്കിപ്പോ ഒരു കൂടുതൽ ശരാശരി 300 ഗ്രാം കണക്കൂട്ടി. പക്ഷെ ഇതിൽ യാതൊരു പണി നമുക്കില്ല. ഇതിവിടെ കൊടുന്ന് വെക്കുക, നമുക്ക് ആ ഏപ്രിൽ മാസം വരുമ്പോൾ തേനെടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. ഇതിന് പഞ്ഞമാസത്തിൽ തീറ്റി കൊടുക്കണ്ട, മറ്റൊന്നും ചെയ്യണ്ട. മഴ കൊള്ളാതെ നോക്കണം, വെയിൽ കൊള്ളാതെ നോക്കണം, എറുമ്പ് കയറാതെ നോക്കണം. അവർക്ക് തന്നെ പ്രത്യേക പ്രൊട്ടക്ഷൻ കഴിവില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ 24 മണിക്കൂർ കർഷകൻ എന്ന് പറയാനുള്ള ആളായിരിക്കും അല്ലേ? എന്റെ പേര് വന്ന് മുല്ലിക്കോരി റാഫി അല്ലേ? എന്തൊക്കെ കൃഷിയാണ് ഇപ്പൊ റാഫി ചെയ്യുന്നത്? ഞാന് തേനീച്ച കൃഷിയുണ്ട്, വൻതേനീച്ച, ചെറുതേനീച്ചുണ്ട്, പിന്നെ വാഴ ഉണ്ട്, പൂളുണ്ട്, പശുണ്ട്, കഴുങ്ങുണ്ട്, റബ്ബറുണ്ട്, തെങ്ങുണ്ട്. അപ്പൊ നമുക്കൊരു എപ്പിസോഡ് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ളത് ഉണ്ട് എന്നാണ് പറയണത്. അപ്പൊ അത് മാത്രം. പിന്നെ ഒരു പ്രൊഫഷണൽ വെൽഡറാണ്. വേറെ പണിയുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും കൃഷി ജീവിതത്തിന്റെ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.
ഇതേപോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും വരട്ടെ. കർഷകരുടെ വില എല്ലാവരും മനസ്സിലാക്കട്ടെ. അവർക്ക് അതായത് മറ്റുള്ള ജോലി പോലെ തന്നെ ഇവരുടെ ജോലിയും അംഗീകരിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച വേറൊരു കർഷകനായിട്ട് നമുക്ക് കാണാം. ബൈ.